ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, നമ്മുടെ റോഡിൽ കൂടി ഓടുന്ന ട്രെയിനാണിത്. ഇതിനിവിടെ പറയുന്നത് ട്രാം എന്നാട്ടോ. നമ്മുടെ നാട്ടിലില്ല, പക്ഷേ കൽക്കട്ടയിലൊക്കെ ഉണ്ട് ഇത്. ഇങ്ങനെ ഇത് കാൻബറയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പം എല്ലാവരും യൂഷ്വലി കാണുന്നൊരു ദൃശ്യമാണിത്. അപ്പോൾ നമ്മളിവിടെ പിള്ളേർക്ക് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെയും കൊണ്ടൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പിങ്ങിലൂടെയാണ് യാത്ര. നല്ല മലനിരകളും പച്ചപിടിച്ച പാടങ്ങളും നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ജാംബറു എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷൻ ആണെങ്കിൽ പിള്ളേർക്കൊക്കെ നല്ല ചൂടല്ലേ. അപ്പോൾ നമ്മളൊരു വാട്ടർ തീം പാർക്കിലേക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാൻ പോകുന്നു. പോകുന്ന വഴിക്ക് നിറച്ചും നല്ല പശുക്കളും പശു ഫാം, ആട്, കോഴി, അങ്ങനെ എല്ലാ ഫാമുകളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നൊരു കാട്ടിൽ കൂടെയൊക്കെ കയറി വേണം പോകാൻ. ഇപ്പോൾ കാൻബറ എന്ന് പറയുന്നത് ഇച്ചിരി ശരിക്കും പറഞ്ഞാൽ ഒരു പൊങ്ങിയ സ്ഥലമാണ് സിഡ്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഈ സ്ഥലം ഇനിയും പൊങ്ങി. അപ്പോൾ നമ്മളൊരു മലയുടെ മേളിലേക്കാണ് പോകുന്നത്. ഇതുകൊണ്ട് നിറച്ച് ഹെയർപിൻ, നമ്മുടെ വയനാട് ചുരമൊക്കെ പോണ പോലെ നിറച്ച് ഹെയർപിന്നൊക്കെ കയറിയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോയത് കേട്ടോ. നല്ല കാടാണ്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോൾ ഈ മറ്റേ സ്ലൈഡുകളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഈ മലയുടെ മേളിലാണ് അവർ വെച്ചേക്കുന്നത്. ഇതാണ് സംഭവം. അപ്പം ജാംബറു ന്യൂ സൗത്ത് വെയിൽസിലാണ് ഇതുള്ളത്. പക്ഷേ നമ്മുടെ കാൻബറയിൽ നിന്ന് അധികം ദൂരമില്ല. ജാംബറു എന്ന് പറഞ്ഞൊരു ഫേമസ് വാട്ടർ പാർക്കാണ്. അപ്പോൾ ഇത് പുറമേ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് നോക്കുന്നത്, എൻട്രൻസ് ഭാഗം ഇത്രയും കുഞ്ഞിതാണ്. പക്ഷേ ഒരു 1.5 ഏക്കറിൽ നിരന്ന് കിടക്കുവാണ്. ഒത്തിരി റൈഡുകളുണ്ട്. ചെല്ലുമ്പോഴേ നമ്മൾ കാണുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മേളിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ളൊരു വ്യൂ കേട്ടോ. ഒത്തിരി റൈഡ്സ് ഉണ്ട്. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ ഫാമിലി ആയിട്ട് പോയി ഒരു ഡേ മൊത്തം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നു. ഇതിൻ്റെ കാഴ്ചകളിലൂടെ ഒന്ന് പോയാലോ? ഇതുണ്ടോ, കയറി ചെല്ലുമ്പോഴവിടെ ആർട്ടിഫിഷ്യലായിട്ട് മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കിയൊരു ബീച്ചാണ്. അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് പിന്നെ റൈഡ്. അപ്പം കുറേ റൈഡുകളുണ്ട്. ഇത് ഫണൽ വെബ് എന്ന് പറയും. ഫണൽ വെബ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതിന് തൈപ്പാൻ എന്ന് പറയും. 2 പാമ്പിനകത്തൂടെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ആയിട്ടാണ് പോയത്. ഒരു വേറൊരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണതിന് മുമ്പുള്ള സൺസ്ക്രീനൊക്കെ തേച്ച് ഡേ അവിടെയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ആദ്യം ചെയ്തത് ചെയർ ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. ഇതാണ് ആകെ ഉള്ളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു റൈഡ്. അപ്പോൾ നമ്മളെ ഇങ്ങനെ ചെയറിൽ ലിഫ്റ്റ് ചെയ്തൊരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ബോബ് സ്ലൈഡ് എന്ന് പറഞ്ഞൊരു സ്ലൈഡിൽ പോകാം അത് വരുന്നത്. അപ്പം നോക്കിയേ, നമ്മൾ ചെയർ ലിഫ്റ്റിലാണ് കേട്ടോ. ഇവിടുത്തെ ഈ ചെയർ ലിഫ്റ്റിൽ പോകുമ്പോഴേക്കും ഈ പാർക്ക് മൊത്തം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കണ്ടോ, ഒരു ചെറിയൊരു പാത്ത് പോലെ കാണുന്നുണ്ടോ മെറ്റലിൻ്റെ, അതുവഴിയാണ് ബോബ് സ്ലൈഡ് വഴി വരുന്നത്. നമ്മളിതിൻ്റെ മേളിൽ ഇങ്ങനെ കയറിയിട്ട് തിരിച്ചു വരുന്നത് വേറൊരു ബൈക്ക് പോലത്തെ ഒരു സാധനത്തിലാണ് കേട്ടോ. വെരി ഫണ്ണാണ്. അല്ലും പാപ്പുമാണ് ആ പോണത്. സിംസനാണ് റെഡ് ടീഷർട്ട്. ഒക്ടോ സ്ട്രിംഗർ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബോബ് സ്ലൈഡ്. അല്ലുമൊക്കെ വരുന്നതുണ്ടോ. ഇത് ഞങ്ങൾ പകുതി എത്തിയപ്പോൾ അവർ ഓൾറെഡി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് പോകുന്നു. ഇതുപോലെ ആ പൈപ്പിൽ കണ്ടാ ഇങ്ങനെ നമ്മൾ ഒരു സ്കൂട്ടർ പോലെ റൈഡ്
Yes. Put your feet up and Yeah. put the bike down to the top and have a good rest of the Yeah. day. Thank you. നമ്മളൊരു മലയുടെ മേളിലേക്കാണ് കയറണത്. കണ്ടോ? The hill. We are going all the way top. I know. We're coming through this one. ഈ കാണുന്നത് നല്ല പിള്ളേർക്കൊരു നന്നായിട്ട് കളിക്കാൻ പറ്റിയ വാട്ടർ പല പല സ്ലൈഡുകളുള്ളതാണ്. പിന്നെ അവിടെ കണ്ട ഒരു സ്പൈഡർ പോലെ കാണുന്നത് അതാണ് ഫണൽ വെബ് എന്ന് പറയും. പിന്നെ ആൾക്കാർ ഇത് കണ്ടോ പായുമായിട്ടൊക്കെ പോകണുണ്ടോ, ബ്ലൂ കളറിൽ ഒരു മാറ്റായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മാറ്റുമായിട്ട് ഈ ഹില്ലിൻ്റെ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് ഒക്ടോറൈഡിൽ പോകാൻ പറ്റണത്. കുഞ്ഞും ഞാനും കൂടെ ബോബ് സ്ലൈഡ് വഴി തിരിച്ചു വരുവാണ്. അപ്പം ഇതിൽ 2 ടൈപ്സ് ഉണ്ട്. സിംഗിൾ റൈഡും ഉണ്ട്, ഡബിൾ റൈഡും ഉണ്ട്. നമ്മളെപ്പോലെ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നവർക്കാണെങ്കിൽ അവർ പേരൻസിൻ്റെ കൂടെ പോകാൻ വേണ്ടിയുള്ള ഡബിളും പിന്നെ സിംഗിളായിട്ടുള്ളതും. കുഞ്ഞുവിന് ഇച്ചിരി പേടിയായിരുന്നു കേട്ടോ, അവനെ സ്ക്രീൻ ചെയ്താണ് പോകുന്നത്. പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ നല്ല രസമാണ് അങ്ങനെ പോണത്. ഒരു എൻജോയ്ഫുള്ളായിട്ടുള്ളൊരു റൈഡാണ്, നല്ല ഫണ്ണാണ്. ഇവര് ഭയങ്കര വയ്യാന്ന് വരുവുള്ളൂ. അപ്പോൾ ഞാൻ മാറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കണ്ട ആൾക്കാർ മാറ്റുമായിട്ട് വന്നു. അപ്പോൾ ഈ സ്ലൈഡൊക്കെ ഇതൊരു കുഞ്ഞ് സ്ലൈഡാണ് കേട്ടോ, വാട്ടർ സ്ലൈഡ്. പിന്നെ ആൾക്കാർക്ക് മേളിൽ നിന്ന് വെറുതെ ഡീപ്പ് വാട്ടറിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്ട്രിങ്ങർ ആൻഡ് ഓട്ടോ റൈഡ്. അപ്പോൾ സ്ട്രിങ്ങർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു ഇതുണ്ട്, ഫണൽ പോലത്തെ ഒരു ക്യാപ്സ്യൂൾ ട്യൂബിനകത്തേക്ക് എന്നിട്ട് നമ്മുടെ കാലിന് അവിടുത്തെ ഗ്ലാസ്സാണ് താഴോട്ട് വന്നത്. അപ്പോൾ ഷൂ എന്നും പറഞ്ഞ് താഴോട്ട് പോകും. അത് ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു ഇതാണ്. ഒരു കുഞ്ഞ് പിള്ളേരെ ഒന്നും എടുക്കത്തില്ല, അത് കയറ്റാൻ ഒരു ഹൈറ്റ് ലിമിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 1.2 മീറ്റർ ആയിട്ടുള്ളവരെ കയറാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര ഇച്ചിരി സ്കെയറി, അതിൽ ഓപ്പൺ ആയിട്ടുള്ളതുകൊണ്ട് ക്ലോസ് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂക്കിലൊക്കെ വെള്ളമൊക്കെ കയറി പോകും. പക്ഷേ നല്ലതാണ്. ഇവിടെ എല്ലാ പിള്ളേർക്ക് ഇവരെല്ലാം എൻജോയ് ചെയ്തു. നമ്മൾ ഹോൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫുഡിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഫുഡ് വാങ്ങിക്കാനുള്ള കടയുണ്ട്, ഐസ്ക്രീമിനുള്ള കടയുണ്ട്. എല്ലാവർക്കും ഒത്തിരി നടന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞാൽ വേവ് പൂളാണ്. വേവ് പൂളിനകത്താണെങ്കിൽ എവറി 15 മിനിറ്റ്സ് കൂടുമ്പോൾ അവരിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് വേവ് ഉണ്ടാക്കും, ശരിക്കും കടലിലെ പോലെ തന്നെ. എന്നിട്ട് നമുക്കത് എൻജോയ് ചെയ്യാം. പിന്നെ ഈ സ്ലൈഡാണ് ഞാൻ പറഞ്ഞത് പിള്ളേർക്കെന്ന് പറയുന്നത്. ഇച്ചിരി കുറേ സ്ലൈഡ്, വാട്ടർ സ്ലൈഡ് എല്ലാം ഒരുമിച്ചുണ്ട്. നമ്മുടെ ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് ഒഴിക്കും, എല്ലാ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് കൂടുമ്പം. അങ്ങനെ പല നല്ല പിള്ളേർക്ക് ഒരു 5 to 10 ഇയേഴ്സ് ഏജിലുള്ള പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ലൈഡ്സാണത്. അപ്പം പിന്നെ ഏറ്റവും മോസ്റ്റ് സ്കെയറിയസ്റ്റ് ആയിട്ടുള്ളൊരു വേൾഡ് റെക്കോർഡായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഫണൽ വെബ് എന്ന് പറയുന്ന സംഭവം. ഇത് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഫണൽ വെബ് ഉണ്ട്. അതിലിങ്ങനെ നമ്മൾ 6 പേര് ഇരുന്നിട്ട് 4 പേര് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഫണലിനകത്തൂടെ പോകുന്നതാണ്. ഒരെണ്ണം ഓപ്പൺ ആയിട്ടുള്ളതുണ്ട്, ഒരെണ്ണം ക്ലോസ് ആയിട്ടുള്ളതുണ്ട്. ഓപ്പൺ ആയിട്ടുള്ളത് ഇച്ചിരി സ്കെയറിയാണ്. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാവരുടെയും ഇതിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇച്ചിരി സ്കെയറിയാണ്. ക്ലോസ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും ഇതിങ്ങനെ വന്നെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നൊരു സ്ഥലമാണത് കേട്ടോ. ഇതുണ്ട്, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഇത്, ഫണലിൻ്റെ ഔട്ട്ലൈൻ. പിന്നെ ഇതാണ് ഒക്ടോ റൈഡ് കേട്ടോ. ഒക്ടോ റൈഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഈ പായം കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലേ, അത് മേളിൽ ചെന്നിട്ട് ആ സ്ലൈഡിൽ കൂടെ പോയി നിന്നിട്ട് താഴോട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വരും. പക്ഷേ ഇത് ഇച്ചിരി ലോങ് ട്വിസ്റ്റായിട്ട് കേളിയൊക്കെ ആയിട്ടാണ്, ഒക്ടോപ്പസ് പോലെ വന്ന് താഴോട്ട് വന്ന് ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് വന്ന് ഇങ്ങനെ ചാടും. പക്ഷേ ഞാനൊരു 3-4 പ്രാവശ്യം ഇവിടെ കയറി കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് തൈപ്പാൻ എന്ന് പറയുന്നതുണ്ടോ, 2 പാമ്പിൻ്റെ തല പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ 6 പേര് ഇങ്ങനെ ഒരു സ്ലൈഡിനകത്ത് ഇരുന്നിട്ട് അതും വിടും. അത് 2 ക്ലോസ്ഡ് ആണ്. ഒരെണ്ണം ലൈറ്റായിട്ടുള്ളതുണ്ട്, 2 ഇച്ചിരി സ്കെയറിയാണ്. ഞാൻ എൻ്റെ അമ്മ കാറിപ്പൊള്ളിച്ചു അതിൽ കൂടെ പോയപ്പോൾ.
പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവറാണ് കേട്ടോ, റാപ്പിഡ് റിവർ എന്നാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്ത് തരും, നമ്മളൊരു റിവർ പോലെ അതിനകത്ത് ഇങ്ങനെ പോവുക, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുക. നമുക്ക് സ്വിം ചെയ്യേണ്ടവർക്ക് പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ വാട്ടറൊക്കെ മേളിൽ നിന്ന് നമ്മുടെ തലയിലേക്ക് വീഴുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കുറേ സ്ഥലത്തുകൂടി ഇങ്ങനെ പോകും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ജാംബരു ജേർണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കിഡ്സുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വാട്ടർ തീം പാർക്കാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ഫ്രം ഫൺ ടെക് ടീം ഓസ്ട്രേലിയ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.